ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/3 കപ്പിൽ 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വാനില പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വാനില പൗഡറിന് പകരം വാനില എസൻസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഷുഗറെല്ലാം ഏകദേശം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം തന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ പാൻ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലൊഴിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ. പിന്നെ എപ്പോഴും പാൻ കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ, ഇല്ലെങ്കിൽ അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഒരു തവി മാവ് ഞാൻ ഇതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് കുക്കായി വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും കൂടി ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി ചെയ്യും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് നമുക്ക് ഹണിയോ അതല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് അതല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് എന്തും കൂട്ടി സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.